ഹർത്താൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ജിഷ്ണു പ്രണോയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പൊതുജനങ്ങളുടെ പ്രതികരണമായിരുന്നു അധികവും. 25 കിലോമീറ്റർ അകലെയുള്ള നെയ്യാർ ഡാമിലേക്കാണ് പോകുന്നത്. ആ അമ്മയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ജനങ്ങളെ ബാധിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ പോലീസിന്റെ ഈ കാട്ടിക്കൂട്ടലുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. UDF-ഉം BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുണ്ടായി. KSRTC ദീർഘദൂര സർവീസുകളും സിറ്റി സർവീസുകളും നടത്താത്തത് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ജനങ്ങളെ ദുരിതത്തിലാക്കി. സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി സർവീസുകളും നിരത്തിലിറങ്ങിയില്ല. ഇതോടെ സംസ്ഥാനത്താകെ ഹർത്താൽ പൂർണ്ണമായി. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. തിരുവനന്തപുരം നഗരത്തിൽ UDF പ്രവർത്തകർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ വാഹനമടക്കം തടഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് UDF-ഉം BJP-യും അടക്കമുള്ള സംഘടനകൾ നടത്തിയ മാർച്ചിനിടെ ഉണ്ടായ സംഘർഷം നേരിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പെരുമ്പാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഷൊർണൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തി വീശി. കൊല്ലം ഇരവിപുരത്ത് റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തല്ലി തകർത്തു. പുനലൂരിൽ കുടിവെള്ള ടാങ്കറുകൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. വയനാട് ജില്ലാ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പൂട്ടി വനിതാ ജീവനക്കാരടക്കമുള്ളവരെ ഇറക്കിവിട്ടു. ബ്യൂറോ റിപ്പോർട്ടുകളോടെ മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.